സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈർ അലമഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്രവ്യജനവാൻ സാമരസൈന്യനാഖണ്ഡലനെപ്പോലെ രാമൻ തിരുവടിയെച്ചെന്നു കാൺമതിനാമോദമോടു നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം ശാന്തം മൃദു കണ്ടു ദൂരാൽ കപിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ. വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപീകുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാത്തരുളേണമാദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരരിക്കാണായതൊക്കവേ നാനാകുലചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈല നിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാച സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമവരിനി. കേച്ചിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേച്ചിൽ ദശഗജശക്തിയുള്ളോരുണ്ട്. കേചിദമിത പരാക്രമമുള്ളവർ കേചിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേച്ചിൽ കനകസമാന ശരീരികൾ കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരധാപരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫലദള പക്വാശനന്മാരായി. ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം. ദേവദേവേശ രഘുകുലപുങ്കവ ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ. കോടിഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിതാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ.
വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്ക, വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വനീ. ജാനകീമാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ ദാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ, ജാമ്പവാൻ, മൈന്ദൻ വിവിധനും, തുങ്കൻ, നളനും, ശരഭൻ, സുഷേണനും, വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചീടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നീടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതുവായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചീടിനാൻ. ലക്ഷ്മീ ഭഗവതിയാക്കിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കവി സഞ്ചയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കടസേനാപതികളുമായി ധൃതം. നാനാ നഗനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീള നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാദർശനം. അന്ധകാരാരണ്യമാശു പുക്കീടിനാനന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായൊന്നതിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരത്തിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമിതിയിലുണ്ടെന്നു നിർണയം എല്ലാവരും നാമിതിയിലിറങ്ങിയിടുക
എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നീലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാം മാറതീധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടു മണിമയവാരിയാലാ പൂർണ്ണകളായതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമ തുല്യമായി പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരീഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണി കാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരീഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപീനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകൂ മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു 1,00,000 കപീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കീതറിയാതെ ദൈവവശാലിവിടെ പോന്നുവന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല നേരെയരുൾ ചെയ്ക വേണമതും ശുഭേ
യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാക്കിയ വിശ്വകർമാത്മജഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നയതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യസംവത്സരാണാമയുതായുതം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തത്സഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലാഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും ദിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മാർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോവുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവിപുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവസേവിതനാക്കിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീ തവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. തദ്രൂപദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാത്തൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി
ലോകേശമുഖ്യാമനൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയാതെ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിത് പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം സദാ ഭാതുമാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്രമിത്രാർത്ഥവിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്തിഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ വേദാത്മകം കാമരൂപീണം ഈശാനമാദ്യമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻമഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നുടെ ഘോര തപോബലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ചധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതല്ലമേ യാതൊരുത്തൻ ത്വൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം ത്വന്മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവൽസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യകപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ. സ്വയം പ്രഭാമുക്തി. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ.
എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ, ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഗം പുനരുൾപ്പൂവിലെപ്പോഴുമുണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ബാണബാണാസനധരം ചാരുമകുട കടക കടിസൂത്ര ഹാരമകരമണിമയകുണ്ടല നൂപുരഹേമാങ്കദാദി വിഭൂഷണ ശോഭിതം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാ വരം വിഭോ, പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചെയ്തു, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം.